ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോട് ജോലി നിർത്താൻ പറയുകയാണ് ശ്രുതി. പക്ഷേ ശ്രുതി എന്നല്ല ആര് പറഞ്ഞാലും താൻ ആ ജോലി നിർത്തില്ല എന്ന കാര്യം ശ്രുതി പറയാം. അത് കഴിഞ്ഞിട്ട് ശരി ഞാൻ ആ ഡീലറെ പിന്നെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോയിട്ട് വന്നു പോയ ശ്രുതി തിരിച്ചു വന്നിട്ട് ഈ വലിയ ബിസിനസ്സുകാരനോട് നിനക്ക് ദേഷ്യം ഉണ്ടോ എന്ന് ശ്രുതി ചോദിക്കുക. ദേഷ്യമോ? എന്നോട് പിണങ്ങിയോ? അല്ല, എന്തിനാ എനിക്ക് ദേഷ്യം? പിണങ്ങാനും മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പം അതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക. ഐ ലവ് യു മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി. ഐ ലവ് യു വട്ട് കേസ് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അന്നേരം തന്നെ മീരയെ വിളിക്കുക. അപ്പോൾ മീരയെ വിളിച്ചു കഴിഞ്ഞപ്പം ഹലോ മീര, ഞാൻ സച്ചിയുടെ ഫോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആൻ്റണിയെ കാണാൻ പെട്ടെന്ന് തന്നെ പോകണം. നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരണേന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ പോകും കേട്ടോ. സച്ചി ആണെങ്കിൽ ആ ഫോണും തപ്പി ഇങ്ങനെ നടക്കുക. കൂടെ ഈച്ചയുണ്ട്. നീ ഫോൺ എവിടെയാടാ വെച്ചേ? നീ അവിടെ നോക്കിയായിരുന്നു ഇവിടെ നോക്കിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആ ഫോൺ നഷ്ടപ്പെട്ടാൽ ശരിയാവില്ലടാ. ശരത്ത് അന്ന് പൈസ എടുക്കുന്നതിൻ്റെ CCTV ദൃശ്യം അതാ ഫോണിലാണ് ഉള്ളതെന്ന് പറയാം. അതാ പ്രശ്നം എന്നൊക്കെ പറയുക. ആ വീഡിയോ ആരെങ്കിലും പുറത്തു വിട്ടാൽ അതോടെ തീർന്നു എന്നൊക്കെ സച്ചി പറയുമ്പം സച്ചി നമുക്കേ ഈ ഫോൺ കാണാനില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? അവർ ഫോൺ കണ്ടുപിടിച്ച് തരത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വേണോടാന്ന് ചോദിച്ചു സച്ചി. അത് ശരിയാവൂടാ, പോലീസ് ആ വീഡിയോ കണ്ട പ്രശ്നമാവില്ലേടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഫോൺ കണ്ടെത്തി തരുമെന്നുള്ളതല്ലാതെ അവരതിനകത്തുള്ള വീഡിയോസൊന്നും കാണാൻ പോകുന്നില്ല എന്ന കാര്യം ഈച്ച പറയാം. വേണ്ടടാ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇതെവിടെ പോയി കാണും എന്നോർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ സച്ചി. ഇത് കഴിഞ്ഞപ്പോൾ ആൻ്റണി അവിടെ പ്രതീക്ഷകളോടുകൂടി ഇരിക്കുക. കിട്ടുവടാ, കിട്ടാതെ എവിടെ പോവാനാ? എനിക്കൊരു ചാൻസ് കിട്ടുവടാ. അവൻ്റെ ചെകിട്ടത്തടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു കൂട്ടുകാരന്മാരോട് പറഞ്ഞുകൊണ്ട് നടക്കുക ആൻ്റണി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. വീഡിയോ കിട്ടിയെന്ന് ചോദിച്ചു. വീഡിയോ അല്ല, സച്ചിയുടെ ഫോൺ തന്നെ എൻ്റെ കയ്യിലുണ്ടെന്ന് ശ്രുതി ഇങ്ങനെ പറയാം. അങ്ങനെ ശ്രുതി എന്നിട്ട് ആ ഫോൺ കൊണ്ടുവന്ന് ആൻ്റണിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആൻ്റണി വേഗം തന്നെ അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ശ്രുതിക്കല്ല അതിൻ്റെ ഇതൊക്കെ അറിയുള്ളൂ. അപ്പോൾ വേഗം വീഡിയോ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോയൊക്കെ അയക്കാം, പക്ഷേ അതിനു മുൻപ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ശ്രുതി ഇത്? നിനക്കെന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. അന്നേരം സത്യം പറയാല ആൻ്റണി, നിന്നെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ശ്രുതി ആൻ്റണിയോട് പറയുക. മീരയും അങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അന്ന് നവീൻദാസിനെ പിടികൂടി പോലീസിനെ കൈമാറിയത് സച്ചിയാണെന്നുള്ള കാര്യം ശ്രുതി പറയാട്ടോ. പിന്നെ നീയാണ് പോലീസിനെ കൈമാറിയതെന്നാണ് നീ എന്നോടന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ഇവനാകെ ചമ്മി നിൽക്കുക. പിന്നെ നവീൻദാസിൻ്റെ ശല്യം ഒഴിവാക്കിയ അടുത്ത സെക്കൻഡിൽ ഞാൻ ആ വീഡിയോ നിനക്ക് അയച്ച് തരും എന്നും ശ്രുതി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ശരി, കുഴപ്പമില്ല, നീ പറഞ്ഞത് ഞാൻ ചെയ്തതിന് ശേഷം നീ എനിക്കത് അയച്ചു തന്നാൽ മതിയെന്ന് ആൻ്റണി പറയണു. ശരിയെന്നും പറഞ്ഞു. ഇപ്പോൾ ആ വീഡിയോ പുറത്തു വിട്ടാലേ ശരത്തിന് മാത്രമല്ല പിന്നെ രേവതിയുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിനക്കതിൽ വിഷമവും ഇല്ലേന്ന് ചോദിച്ചു. അവർ നിൻ്റെ സ്വന്തക്കാരല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു വിഷമവും ഇല്ല. എനിക്ക് എൻ്റെ ലൈഫാണ് മുഖ്യം. പിന്നെ നീ ആദ്യമേ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ശ്രുതി ആൻ്റണിയോട് പറഞ്ഞു. അതിന് കൂടുതൽ ടൈമൊന്നും വേണ്ട. ആ നവീൻദാസിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും നീ എനിക്കൊന്ന് അയക്കാൻ പറഞ്ഞു. മീരെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ മീരയെ കൊണ്ട് നവീൻദാസിൻ്റെ അഡ്രസ്സ് അയപ്പിക്കുകയാണ് ശ്രുതി. അങ്ങനെ ശരി, അവൻ്റെ കാര്യത്തിന് തീരുമാനമാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ കൂടെ ഉള്ളവന്മാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ അവന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഇവന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പം അവനവരെ കൊണ്ടുവരാൻ പോയല്ലോ. ഇനി ആ വീഡിയോ എനിക്ക് അയക്കുക എന്ന് ആൻ്റണി ശ്രുതിയോട് പറയണേ. അപ്പം കൊണ്ടുവരട്ടെ, അപ്പം അയക്കാമെന്ന് മീര പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞ് വലിയ ഇതായിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. ഒരു കാര്യം എന്തായാലും മനസ്സിലായി, എന്നെക്കാളും വലിയ ക്രിമിനലുകളാ നിങ്ങൾ എന്നുള്ളതെന്ന് പറയുമ്പോൾ ഇവളുമാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് ചിരിച്ചു. നവീൻദാസിനെ തൂക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവരും, നിങ്ങൾ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. ആൻ്റണി നിന്ന് ആലോചനയും തുടങ്ങി. ഈ സമയത്ത് സച്ചിയും ഈച്ചയും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക. എൻ്റെ ഫോൺ കാണാതെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ 10,000 രൂപ വില വരുമെന്ന് പറയും. അപ്പോൾ നിൻ്റെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചല്ലോടാ 1,00,000 മുകളിലുള്ള ഫോണാണതെന്ന്. അപ്പോൾ അത്രയും വിലയുള്ള ഫോണാണ്, കാണാതായെങ്കിൽ ഇവനിപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചേനെ എന്ന് ഈച്ച നേരം പറയാം. സാറേ, എനിക്ക് ആ ഫോൺ വിലപ്പെട്ടതാണ് സാർ, എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാനൊരു ഫംഗ്ഷന് പോയായിരുന്നു, അവിടെ വെച്ച് ആരോ എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന കാര്യം ഇങ്ങനെ സച്ചി പറയുമ്പം താനെ അവിടെ കയറി വരുന്ന സമയത്ത് ഒരാൾ ഇരിക്കുന്നത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാനില്ല, പരാതി തരാൻ വേണ്ടിയിട്ടേ ഇങ്ങോട്ട് വന്നത്.
അപ്പോൾ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭാര്യയെ കാണാതായ അദ്ദേഹത്തിന് 10,000 രൂപ വിലയുള്ള ഫോൺ കാണാതായതിൻ്റെ നിൻ്റെ അത്രയും ടെൻഷൻ ഇല്ലോടെ എന്ന് ഇയാൾ പറഞ്ഞു. എന്തൊരു ടെൻഷനാടാ നിനക്കെന്ന് ചോദിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമല്ലായിരിക്കും, പക്ഷേ എനിക്കെൻ്റെ ഫോൺ മുഖ്യ സാർ എന്ന് പറഞ്ഞു. താൻ ഒരു കംപ്ലൈൻറ്റ് എഴുതിത്താ, തൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പിന്നെ ഫോൺ ഏത് കമ്പനിയുടേതാണെന്നും എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാർ പെട്ടെന്ന് കിട്ടുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം പിന്നെന്താ ഇപ്പം തന്നെ കിട്ടും, ഫോൺ എൻ്റെ പോക്കറ്റിൽ ഇരിക്കല്ലേ, ഞാൻ എടുത്തു തരാം എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇയാൾ കളിയാക്കും. എഴുതി കൊടുത്തിട്ട് പോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് ഈച്ചയുടെ നമ്പറിലേക്ക് കോൾ വന്നു. അപ്പോൾ ഈച്ചയുടെ നമ്പർ ഹലോ എന്താ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് ഈച്ച വലിയ ഒച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ എടോടോ ഇത് തൻ്റെ വീടല്ല, പുറത്ത് പോയി സംസാരിക്കണോ എന്ന് പറഞ്ഞ് ഈച്ചയെ പറഞ്ഞു കിട്ടും. പിന്നെ സച്ചി ആണെങ്കിൽ പരാതിയൊക്കെ എഴുതി കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഈച്ചയാണെങ്കിൽ നീ ടെൻഷൻ ആവില്ലടാ കിട്ടുമോ എന്ന് പറഞ്ഞു. എടാ നിനക്കൊരു ട്രിപ്പിൻ്റെ കാര്യം എന്തോ പറയാനും നീ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചേ, ഇപ്പോൾ ഒരു ചേട്ടൻ്റെ പേരും പറഞ്ഞു. എടാ എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ, ട്രിപ്പ് പോകണം. എടാ നല്ല കാശ് കിട്ടുന്ന കാര്യമല്ലേ, വല്ലപ്പോഴും അല്ലേ ദൂരേക്കൊക്കെ ഒരു ട്രിപ്പ് കിട്ടുമോ, നീ കളയല്ലേ, ഇതാ അദ്ദേഹത്തെ വിളിച്ച് നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിപ്പിക്കാം. ഈ സമയത്ത് മറ്റവരവിടെ വെയിറ്റ് ചെയ്യുക. ഇതെന്താ ഇവരെ കാണാത്തേന്ന് പറഞ്ഞ് മീര ഇരുന്ന് ആൾ വിളിക്കും. അവർ വരും അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മീരയോട് ദേഷ്യപ്പെടുവാണ് ആൻ്റണി. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുവരിക. അപ്പോൾ അവനെ കൊണ്ടുവന്നത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആൻ്റണി വലിയ ചിരിയും ചിരിച്ച് ശ്രുതിയോടൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടെങ്ങാനും മറിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി മറിഞ്ഞു നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഇവനെ കണ്ണൊക്കെ കെട്ടിയാണ് കൊണ്ടുവരുന്നതേ നവീൻദാസിനെയും. എന്നെ വിടറ, നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്ന് പറഞ്ഞ് നവീൻദാസ് അവിടെ കിടന്ന് ഒച്ചയും വെക്കുന്നുണ്ടേ. അങ്ങനെ നവീൻദാസിനെ കൊണ്ടുവന്ന് ആൻ്റണിയുടെ മുന്നിൽ നിർത്തി. നിങ്ങളെന്തിനാ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത്? എടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി അകത്തുനിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. എടോ ഞാനിപ്പോൾ എവിടെയാടോ പറയടോ, നിങ്ങളെന്തിനാ എന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിന്നെ കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞു ആൻ്റണി. പോടാ എഴുന്നേറ്റ്, ഞാൻ 2 തവണ കല്യാണം കഴിച്ചതാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവീൻദാസ് പറയാം. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും മീര അകത്ത് നിൽക്കുക പേടിച്ച് വിറച്ച്. പറഞ്ഞാലും മനസ്സിലാവില്ല, വിടറ എന്നെ എന്നും പറഞ്ഞവൻ. നിങ്ങൾക്ക് ആള് മാറിയതാടാ, അപ്പോൾ നിന്റെ സകലമാന അസുഖവും ഞാൻ മാറ്റുന്നുണ്ടടാ എന്ന് പറഞ്ഞു ആൻ്റണി. എടോ നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്നാണ് തോന്നുന്നതെന്ന് നവീൻദാസ്. ഇവളുമാർ രണ്ടുപേരും കൂടെ അകത്തുനിന്ന് ഒളിച്ചു നോക്കുക. അപ്പോൾ ആളൊന്നും മാറിയിട്ടില്ല, നിന്നെ തന്നെയാടാ എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആൻ്റണി പറയും. ഇവനെ മുറി കൊണ്ട് അടച്ചിടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആള് മാറിയതാ, വെറോ എന്നും പറഞ്ഞുകൊണ്ട് ഈ നവീൻദാസ് കിടന്ന് ഒച്ച വയ്ക്കുന്നു. വെറോ എന്നും പറഞ്ഞു. നിങ്ങൾക്ക് ആള് മാറിയത്, എന്നെ വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻദാസ് ഇവന്മാരുടെ കൂടി അങ്ങ് പോയി. അത് അന്നേരത്തേക്കും ആൻ്റണിയുടെ അടുത്തേക്ക് ശ്രുതിയും മീരയും കൂടെ വന്നു. അപ്പോൾ അവൻ്റെ 4 പല്ല് അടിച്ചെടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പം അവനെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നും പിന്നെ ആരാണ് അവനെ പിടിച്ചോണ്ട് വന്നത്, എവിടെയാണ് ഉള്ളതെന്നും അവൻ അറിയില്ല എന്നും പിന്നെ ആ ഒരു ഭയത്തിലാണ് അവനെന്ന കാര്യവും ആൻ്റണി പറയുക. പിന്നെ 2-3 ദിവസം അവനെ ഇതുപോലെ ഇരുട്ടുമുറിയിലിട്ട് അടയ്ക്കും. അപ്പോൾ അവൻ്റെ ഭയം കൂടിക്കോളുമെന്ന കാര്യം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ ഇടി അങ്ങോട്ടേക്ക് തുടങ്ങും എന്നും ആൻ്റണി പറയാം. ഒരേ ഇടിയായിരിക്കും. 5-ാം നാളെ അവനെ ഇവിടെ നിന്ന് നാട് കടത്തുമെന്ന കാര്യവും പറഞ്ഞു. പിന്നെ ഭയന്ന് പിന്നെ അവൻ നാട്ടിലേക്ക് ഇറങ്ങത്തേ ഇല്ല എന്നും ആൻ്റണി വഴികൾ ഓരോന്നായിട്ട് പറയാം. പിന്നെ ഒരിക്കലും നിന്നെ അവൻ വിളിക്കാനും പോകുന്നില്ല, നിന്നെ കാണാനും വരില്ല. പോരെ ശ്രുതി, അത് പോരേന്ന് ചോദിക്കുമ്പം മതി താങ്ക്സ്. ഇനി ആ വീഡിയോ എനിക്ക് അയച്ചു തരാമല്ലോ അല്ലേ? അയച്ചു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ശരത്തിൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് ഇവളുമാരങ്ങ് പോയി. ഇവൻ ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വീഡിയോ കിട്ടിയ ആശാനെ നവന്മാരും എന്ന് ചോദിച്ചു. കിട്ടി. അവൻ്റെ ഭാവി ഞാനാണ് നശിപ്പിക്കുന്നതെന്നല്ലേ അവൻ്റെ ചേച്ചി പറഞ്ഞത് അല്ലേ? ഈ വീഡിയോ പുറത്തിറങ്ങിയ അവന് പിന്നെ എന്ത് ഭാവിയാ ഉള്ളതെന്ന കാര്യം ചോദിക്കുകയാണ് ആൻ്റണി. രേവതിക്കും സച്ചിക്കും അപ്പോൾ ആ വീട്ടിൽ നിൽക്കാനും കഴിയില്ല. അവളുടെ അമ്മായിയമ്മ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞു, എല്ലാ ഗ്രൂപ്പിലും ഇട്. എടാ ബുദ്ധി വേണോടാ, ബുദ്ധി. എനിക്കൊന്നും മനസ്സിലാവില്ലേ? ഞാൻ ഈ വീഡിയോ വേറൊരാളുടെ ഫോണിൽ നിന്നും റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഒരിക്കലും ഞാനിത് അയക്കില്ല എന്ന് ഇവൻ പറയാം. പിന്നെ എൻ്റെ ഫ്രണ്ട് ജിത്തുവിൻ്റെ ഫോണിൽ നിന്നാണ് ഞാനിത് അയക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടാ അവാര ബുദ്ധി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് മറ്റവന്മാരിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. പാവം അവളെന്ത് പഴച്ചു എന്ന് ചോദിച്ചു. രേവതിയുടെ കാര്യം. മീര, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ആൻ്റണി ആ വീഡിയോ പുറത്ത് വിട്ട ഉടനെ അത് വൈറലാകും, അത് ഉറപ്പാണെന്ന് പറഞ്ഞു ഈ മീര. നിന്റെ വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. നിന്റെ അമ്മായിയമ്മയ്ക്ക് രേവതിക്കെതിരെ കിട്ടിയ ഒരു ആയുധമാണിത്. രേവതി ആ വീട്ടിൽ നിന്ന് പുറത്താക്കും, സച്ചി അവളുടെ കൂടെ ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ 2 പേരും ആ വീട്ടിൽ നിന്ന് പോട്ടെ.
നവീൻ ദാസിനെ പൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഇതിനു വേണ്ടി കൂടിയാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് പറയുമ്പം നിന്റെ ആഗ്രഹം എന്തായാലും നടക്കും. ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല, ഇതൊന്നും ചെയ്യാത്തവർക്ക് ആ പ്രശ്നമെന്ന് മീര അന്നേരം ശ്രുതിയോട് പറയുന്നു. ഒരു കൂസലും ഇല്ലാതെ നിൽക്കാം. അപ്പം നീ എന്നെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമല്ലേ എന്ന് മീര ചോദിച്ചു. നീ തൽക്കാലം ഒന്നും പറയണ്ട എന്ന് മീര. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ മീര, ഞാൻ മറ്റുള്ളവരുടെ വിഷമത്തെ പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല എന്ന്. എൻ്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം. ആ വീഡിയോ പുറത്തിറങ്ങിയാൽ തൻ്റെ ഫോണിൽ നിന്ന് പുറത്തു പോയതെന്ന് സച്ചിക്കും മനസ്സിലാകും. ഫോൺ എടുത്ത ആളെ കണ്ടെത്താനായി അവർ ശ്രമിക്കും, അത് ഉറപ്പാണ്. അന്വേഷണം വളഞ്ഞു പൊളഞ്ഞു വന്ന ഒടുവിൽ നിന്നിലേക്ക് തന്നെ എത്തുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് ശ്രുതി മീരയോട് പറയണം. നീ നോക്കിക്കോ, ദാ ഇതാണ് സച്ചിയുടെ ഫോണെന്ന് പറഞ്ഞ് മീരയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇതിലുണ്ടായിരുന്ന വീഡിയോ ഞാൻ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ എനിക്ക് ഈ ഫോൺ കൊണ്ടുള്ള ആവശ്യവും കഴിഞ്ഞു. ഇനി ഈ ഫോൺ നശിപ്പിക്കണം നമ്മൾ എന്ന് ഇവള് പറയണു. ഇനി അന്വേഷിച്ചാൽ തന്നെ എന്നിലേക്ക് എത്താനും കഴിയില്ല. അപ്പം എങ്ങനെ നശിപ്പിക്കാനാണ് നിൻ്റെ പ്ലാൻ? അതൊക്കെ ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുകയാണെന്ന് മീരയോട്. ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്ന അപകടമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട, ആ അപകടം എൻ്റെ കയ്യിൽ നിന്ന് വെച്ച് തരികയാണല്ലേ എടി നീ ഫോൺ ഓൺ ചെയ്യാതിരുന്നാൽ മതി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ ഓഫീസിന് മുന്നിൽ ഒരു കായലില്ലേ, ആരും കാണാതെ നീ ഈ ഫോൺ ആ കായലിലേക്ക് എറിഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു മീര. എന്തിനാടി നീ പേടിക്കുന്ന മീരെ, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്നേ ഞാനല്ലേ പറയുന്നതെന്ന് ചോദിച്ചു മീരയുടെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കുവാണ്. ഞാനല്ലേ പറയുന്നത് മീര, പറയുന്നത് പോലെ ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് മീരയെ പേടിപ്പിക്കുകയാണ് ശ്രുതി. എന്നിട്ട് മീരയെ കൊണ്ട് ഈ തെറ്റിത്തരങ്ങളെല്ലാം ചെയ്യിക്കാം. അപ്പോൾ പിന്നെ ഒരു കാരണവശാലും ഈ ഫോൺ ആരും കണ്ടുപിടിക്കരുത്, നീ ചുമ്മാ പേടിപ്പിക്കാതെടി. നിന്നെ പരിചയപ്പെടുന്ന മുന്നേ ഒരു തെറ്റും ചെയ്യാത്ത കള്ളം പറയാത്ത ഒരു കൊച്ചു സുന്ദരിയായിരുന്നു ഞാനെന്ന് മീര പറഞ്ഞു. നിന്നെ പരിചയപ്പെട്ട് പോയതോടുകൂടിയേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നിട്ട് മീരയും കൂട്ടിക്കൊണ്ട് പോണു. മീരയ്ക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ സച്ചി പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ രേവതിയുടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. സച്ചിയെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. ഫോൺ കിട്ടിയോ സച്ചേട്ടാന്ന് ചോദിച്ചു. ചന്ദ്ര അവിടെ ഇരുന്ന് ചായ കുടിക്കുക. ഞാൻ അവിടെ എല്ലാം പോയി അന്വേഷിച്ചു, രേവതി കണ്ടില്ല. ഇന്നലെ ഫംഗ്ഷൻ നടന്ന സ്ഥലത്തും പോയൊക്കെ നോക്കി, പക്ഷെ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പറയാം. എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരത്തേക്കും ചന്ദ്ര. അപ്പോഴത്തേക്ക് അച്ഛൻ ഇറങ്ങി വന്നു. സച്ചി ഫോൺ കിട്ടിയോടാ എന്നും ചോദിച്ച്. അച്ഛാ ഞാൻ അവിടെ പാർട്ടിക്ക് ചെല്ലുന്നത് വരെ ആ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പാർലറെടുത്തിയുടെ ഫ്രണ്ടില്ലേ മീര, അവൾ എൻ്റെ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ചതാ. അപ്പം അതിനുശേഷം അവളോട് ഫോൺ വാങ്ങിയില്ലേ, അത് ഞാൻ വാങ്ങിയതാ, അതെനിക്ക് ഓർമ്മയും ഉണ്ട്. ഫോൺ കോട്ടിൻ്റെ പോക്കറ്റിലിട്ടതായിട്ട് എൻ്റെ ഓർമ്മ. ഉറപ്പാണോ നീ പോക്കറ്റിലിട്ടെന്നുള്ളത്? അതേ നീ, പക്ഷേ കോട്ടിൻ്റെ പോക്കറ്റിൽ ഫോണൊന്നുമില്ല, ഞാൻ നോക്കിയതല്ലേ എന്ന് രേവതി അന്നേരം പറഞ്ഞു. ചേടാ ഇപ്പം എന്ത് ചെയ്യും, എന്നെ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നിൽക്കാം. ആ ഫോൺ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞപ്പം ഇവൻ്റെ കളിയൊക്കെ കണ്ടാൽ തോന്നും നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളുടെ ഫോണാണെന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരുന്ന് കളിയാക്കുക. അതിൻ്റെ വിലയല്ല അമ്മ ഇപ്പോൾ ഇവിടെ പ്രശ്നം, അതിലുള്ള ഫോൺ നമ്പറുകളാണെന്ന് രേവതി പറഞ്ഞു. സച്ചേട്ടന് സ്ഥിരം ട്രിപ്പ് വിളിക്കുന്നവരുടെ നമ്പറൊക്കെ അതിലാണെന്ന് പറയുമ്പം ഇതിനാണോ ഇത്ര ടെൻഷൻ? ഇതിപ്പോൾ സുധിയുടെ ഫോണാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ടെൻഷൻ അടിക്കാനുണ്ട്. അതിൽ വലിയ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ നമ്പർ കാണും. ഇത് 200-നോ 500-നൊക്കെ ട്രിപ്പ് പിടിക്കുന്നവൻ്റെ നമ്പറല്ലേ. അമ്മയൊന്ന് നിർത്തിക്കേന്ന് പറഞ്ഞു രേവതി. സച്ചേട്ടൻ ഫോൺ കാണാത്തതിലുള്ള വിഷമത്തിലാണ്, അതിനിടയിൽ വന്ന് കുത്തിവർത്താനം പറയില്ല അമ്മ എന്ന് രേവതി. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചന്ദ്ര ചോദിക്കാം. അതെങ്ങനെയാ, 4 കാലിലല്ലേ ഇങ്ങോട്ട് വന്നത്, അപ്പം എങ്ങനെയാണ് അവർ കുടിച്ചത്? അപ്പം എൻ്റെ പിള്ളേരെയും കൂടി ഇവൻ കുടിപ്പിച്ചെന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് കുടിച്ചത്, ആരാ അവരെ കുടിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം, നീ കൂടുതൽ സംസാരിക്കരുത് ചന്ദ്രയെന്ന് പറഞ്ഞു. എന്തായാലും ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് എഴുന്നേറ്റ് പോയി. സച്ചി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക, കാരണം ഒരു പിടുത്തവും ഇല്ല ഇത് എവിടെയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.